ഹെൽമെറ്റ് ധരിച്ചുകൊണ്ട് മാത്രം വാഹനം ഓടിക്കാൻ ശ്രദ്ധിക്കുക. യൂസ് ഇയർഫോൺ ഫോർ ബെറ്റർ എക്സ്പീരിയൻസ്. അല്ലെ RVM 500 എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് വെഞ്ചർ 500 നിന്ന് ഇൻസ്പയർ ചെയ്ത് ഇതിൽ നിന്ന് ഡെറിവേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. സത്യം പറഞ്ഞ മഹീന്ദ്രയുടെ കയ്യിലിരിക്കുന്ന ഐഡിയൽ ജാവ എന്ന് പറഞ്ഞ ഇന്ത്യൻ ബേസ് ജാവ കമ്പനിയാണ്. ഒറിജിനൽ ജാവ കമ്പനിയാണ് ഈ മോട്ടോർ സൈക്കിൾ കേൾക്കണം. അതായത് ചെക്ക് റിപ്പബ്ലിക്കൻ ജാവ മോട്ടോർ സൈക്കിൾ ആണ് മോഡൽ കൊണ്ടുവന്നിരിക്കണം. ഇവരുമായിട്ടൊരു കേസും വിഷയമൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഇവര് കൊളാബറേഷനിൽ ഏർപ്പെടുത്തു. എന്നിട്ടും ഇത്രയും നല്ലൊരു മോഡൽ ഗ്ലോബലി ഉണ്ടായിട്ട് മോഡൽ അവർ ഇന്ത്യയിലോട്ട് കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. 471 cc ലിക്വിഡ് കൂൾഡ് ആയിട്ടുള്ള എഞ്ചിനാണ് ഇതിനകത്ത് വരുന്നത്. നല്ല കിടിലം വണ്ടിയാണ്. 47 bhp പവറും 1500 RPM 43 Nm ടോർക്കും 6500 RPM 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഇതിനകത്ത് വരുന്നത്. ഫ്രണ്ടിൽ 18 ഇഞ്ചിന്റെ വീലും റിയലിൽ 16 ഇഞ്ചിന്റെ വീലുമാണ് നൽകിയിരിക്കുന്നത്. റിവ്യൂസ് ഒക്കെ ചെയ്യുന്ന ഓൺലൈൻ മീഡിയാസിന് ഇതൊക്കെ ഒന്ന് പുഷ് ചെയ്തുകൂടെ, അവരോട് സംസാരിച്ച് ഇതൊക്കെ ഇന്ത്യയിൽ കൊണ്ടുവരാനായിട്ടുള്ള എന്തെങ്കിലും സാധ്യത നോക്കിക്കൂടെ എന്നാണ് ചോദിക്കുന്നത്. ഒരുപക്ഷെ ഇത് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ജാവയുടെ ഒരു നല്ലൊരു മോഡലാണ്. ഒരു മോട്ടോർ അത്യാവശ്യം കംപ്ലൈന്റ് ഇല്ലാത്ത നല്ലൊരു മോഡലാണിത്. ഇത് ഇൻസ്പയർ ചെയ്ത് ഉണ്ടാക്കിയാണെങ്കിലും ഇതും അങ്ങനെ തന്നെയാണ്. ഇത് കൊള്ളാവുന്ന ഒരു മോട്ടോർ സൈക്കിളാണ്. പ്രതീക്ഷ നൽകുന്നത് 2 വേരിയന്റ് ഉണ്ട്. ഇന്ത്യയിൽ വരണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. നടക്കാത്തൊരു ആഗ്രഹമാണ്. അല്ല, ഈ ജാവയുടെ ക്ലാസിക് ലെജൻസ് എനിക്ക് സംസാരിക്കാൻ കിട്ടിക്കഴിഞ്ഞ ഉന്നയിക്കുന്ന ചോദ്യം ഇതാണ്: 2 ജാവകൾ തമ്മിൽ കൊളാബറേഷനിൽ ഏർപ്പെട്ട സ്ഥിതിക്ക് അവരുടെയിലുള്ള മോഡലുകൾ ഇന്ത്യയിലോട്ട് കൊണ്ടുവരാനായിട്ട് ഞാൻ പുഷ് ചെയ്യും. നമ്മളെ ഒന്നും ലോഞ്ചിങ് ഇവന്റിൽ പങ്കെടുപ്പിക്കാത്തതുകൊണ്ട് തന്നെ നമുക്കിത് ചോദിക്കാനുള്ള അവകാശമില്ല. പോകുന്നവർക്കെങ്കിലും ചോദിച്ചൂടെ? പുഷ് ചെയ്ത് ഇങ്ങനെയുള്ള നല്ല മോട്ടോർ സൈക്കിൾ ഇന്ത്യയിൽ കൊണ്ടുവരേണ്ടതാണ്. കൊണ്ടുവരുമോ എന്നും അറിയില്ല. ഇതിന്റെ ഡിസൈൻ പരിശോധിച്ച് നോക്കുന്ന ഒരു ചൈനീസ് മോട്ടോർ സൈക്കിളിന്റെ ലുക്കാണ് ഇതിന് നൽകിയിരിക്കുന്നത്. ഇപ്പൊ ജപ്പാൻകാർ പോലും ചൈനീസ് ഇൻസ്പയർഡ് ഡിസൈൻ ആണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത്. ഇത് കീവേ ബെനലി ഇൻസ്പയർഡ് ഡിസൈൻ ആണ്. എന്തായാലും ഇന്ത്യൻ ജാവ ഇത് ചെയ്യുന്നു എന്നല്ല, എനിക്കിത് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഞാൻ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരേണ്ടി വരും. അതിനെ പറ്റിയുള്ള ആലോചന ഞാൻ വിട്ടുകളഞ്ഞിട്ടില്ല. പ്രതീക്ഷയിൽ നിർത്തുന്നു. അതായത് ജാവയുടെ തന്നെ ജാവ 350 OHഉം OH സ്പോർട്ടും ഇന്ത്യയിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതൊരു പക്ക ഒരു റെട്രോ ക്ലാസിക് ലുക്ക് തരുന്നൊരു മോട്ടോർ സൈക്കിളാണ്. എന്നാൽ ഒരു മോഡൽ ലുക്ക് നൽകുന്ന ഒരു മോട്ടോർ സൈക്കിളാണ്. ആ ഓൾഡ് സ്കൂൾ ആണെങ്കിൽ കൂടി ഇതിന്റെ ഇമേജ് കാണുമ്പോൾ എല്ലാം സമ്മാനിക്കുന്നുണ്ട്. കാണുമ്പോൾ എല്ലാം നല്ല രസകരമായ ഒരു മോട്ടോർ സൈക്കിളാണ്. ഇത് ഇന്ത്യയിൽ വരണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. ഇതിന്റെ എഞ്ചിൻ തന്നെ എയർ കൂൾഡ് ആയിട്ടുള്ള 4 സ്ട്രോക്ക് ആയിട്ടുള്ള 397 cc എഞ്ചിനാണ് നൽകിയിരിക്കുന്നത്. അല്ല, OHP എന്ന് പറയുമ്പോൾ തന്നെ ആ പഴയ മോഡൽ എഞ്ചിൻ തന്നെയാണ് OHP. ആദ്യ കാലങ്ങളിൽ ഉണ്ടായിരുന്ന രീതിയിലുള്ള എഞ്ചിനാണ്. ഇപ്പൊ റോയൽ എൻഫീൽഡ് ഒക്കെ ഒഴിവാക്കിയ എഞ്ചിനാണ്. എന്റെ പേര് തുടങ്ങുന്നതും 350 OHP എന്ന് തന്നെയാണ്. ആ ഓൾഡ് സ്കൂളായ എഞ്ചിനാണ് ഇതിന്റെ ഹൃദയം. പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ 20 bhp അറ്റ് 6500 RPM. ടോർക്ക് വരുന്ന 31 Nm 5000 RPM ആണ്. ഗിയർ ബോക്സ് തന്നെ 5 സ്പീഡ് ഗിയർ ബോക്സ് സെറ്റപ്പ് ആണ്. മാക്സിമം സ്പീഡ് തന്നെ 115 km ആണ്. 12.5 ആണ് ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി നൽകിയിരിക്കുന്നത്. ഭാരം വരുന്നത് 160 kg. ഫ്രണ്ടിലത്തെ ടയർ തന്നെ 100/90/19. റിയറിൽ തന്നെ 130/70/18 ആണ്. 760 mm ആണ് സീറ്റ് ഹൈറ്റ് വരുന്നത്. ഇത് ലോ സീറ്റ് ഹൈറ്റ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. റിയറിലെ 70 mm ആണ്. ഫ്രണ്ടിലെ സസ്പെൻഷൻ വരുന്ന 170 mm. ഫ്രണ്ടിലെ ഡിസ്ക് ബ്രേക്ക് വരുന്ന 276 Nm റിയറിലെ തന്നെ 140 Nm ആണ്. എന്തായാലും ഇത് ഇന്ത്യയിൽ വരാൻ പോകുമെന്ന് എനിക്കറിയില്ല. എന്നാലും നിങ്ങളുടെ അറിവിലോട്ട് വേണ്ടി പറഞ്ഞതാണ്. ഇതൊക്കെ വന്നാൽ കൊള്ളാമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ നിങ്ങൾ കമന്റ് ചെയ്തു. ഈ മോഡലിൽ തന്നെ ജാവ 650 OHP എന്ന് പറഞ്ഞ മോഡൽ ഉണ്ട്. സെയിം ഡിസൈൻ തന്നെയാണ്. 650 cc എഞ്ചിൻ ഉള്ളൂ എന്ന് ഒഴിച്ചു നിർത്തിയാൽ വേറെ ഡിസൈനിൽ കാര്യമായ ചേഞ്ചസ് ഒന്നുമില്ല. ആ പഴയ 50ലുള്ള തന്നെ റെട്രോ സ്റ്റൈലുള്ള OHP എഞ്ചിനായിട്ട് വരുന്ന മോട്ടോർ സൈക്കിൾ തന്നെയാണ്. ഇതിനകത്ത് 2 വേരിയന്റ് തന്നെ, OHP സ്പോർട്ടും സിംഗിൾ സിലിണ്ടർ ആയിട്ടുള്ള 4 സ്ട്രോക്ക് ആയിട്ടുള്ള എയർ ആൻഡ് ഓയിൽ കൂൾഡ് ആയിട്ടുള്ള 644 cc എഞ്ചിനാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. മാക്സിമം പവർ പരിശോധിച്ച് 29.4 bhp അറ്റ് 6000 RPM. ടോർക്ക് തന്നെ 10 Nm
അറ്റ് 4500 RPM ആണ്. 5 സ്പീഡ് മാനുവൽ ബോക്സ് സെറ്റപ്പ് ആണ്. മാക്സിമം സ്പീഡ് തന്നെ 150 കിലോമീറ്റർ ആണ്. ഫുൾ ടാങ്ക് കപ്പാസിറ്റി തന്നെ 12.5 ലിറ്റർ ആണ്. സീറ്റ് ഹൈറ്റ് 790 mm പിന്നെ വണ്ടിയുടെ ഭാരം തന്നെ 171 കിലോഗ്രാം ആണ്. ഇനി ടയർ സൈസ് പരിശോധിച്ചാൽ ഫ്രണ്ടിൽ 100/90/19 ഇതിൽ തന്നെ 130/70/18 ആണ്. ഇനി ഫ്രണ്ട് സസ്പെൻഷൻ നോക്കിക്കഴിഞ്ഞാൽ 120 mm റിയറിൽ 70 mm ആണ്. ഫ്രണ്ടിലെ ബ്രേക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ ഡിസ്ക് വരുന്ന ഫ്രണ്ടിലെ ഡിസ്ക് ബ്രേക്ക് പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ടിൽ തന്നെ 320 mm റിയറിൽ തന്നെ 240 mm ആണ്. നമ്മുടെ കവാസാക്കിയുടെ W175 പോലെ പക്ക ഒരു ക്ലാസിക് റെട്രോ ലുക്ക് വരുന്ന മോട്ടോർ സൈക്കിൾ സാധനമൊക്കെ ഇന്ത്യയിൽ വന്ന 8ന്റെ 16ന്റെ പണിയായിരിക്കും റോയൽ എൻഫീൽഡിന്റെ കമ്പനി നൽകാൻ പോകും. നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞു എന്ന് കരുതി ഇവരൊന്നും ഇത് കൊണ്ടുവരാൻ പോകുന്നില്ല. ഇന്ത്യൻ ജാവയ്ക്കല്ല ചെക്ക് ജാവയ്ക്ക് ഇങ്ങനെയും ചില മോഡലുകൾ ഉണ്ടെന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് വീഡിയോ ചെയ്തത്. ആ മീറ്റർ പോലും റെട്രോ ക്ലാസിക് ടച്ച് നൽകുന്ന രീതിയിലാണ് കമ്പനി നൽകിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ജാവയുടെ റേസിംഗ് ബൈക്കിനെ ഇൻസ്പയർ ചെയ്താണ് ഈ മോഡൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആ ഉയർത്തി വെച്ചിരിക്കുന്ന ടാങ്കും ആ ഹാൻഡിൽ ബാർ എല്ലാം അതിന് ഉദാഹരണമാണ്. ബാക്ക് പോർഷൻ നോക്കിയാലും ബാക്കിലെ ടെയിൽ ലൈറ്റ് ആയാലും ഒരു യൂണീക് ടച്ചിലാണ് അവർ നൽകിയിരിക്കുന്നത്. ആ ജാവയുടെ ലോഗോയിലുള്ള റൗണ്ട് പോലെ തന്നെ ഐഡന്റിറ്റി അവർ കീപ്പ് ചെയ്തിട്ടുണ്ട് ബാക്കിലെ ടെയിൽ ലൈറ്റില്. ഇനി കളർ പരിശോധിച്ച് നോക്കിയാൽ നിയറോ ക്രോം എന്ന് പറഞ്ഞ കളർ ഉണ്ട്, പിന്നെ റോസ് ക്രോം എന്ന് പറഞ്ഞ കളറും ഉണ്ട്. ഈ ക്രോം ഇല്ലാത്ത റെഡിഷ് കളറാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. റെട്രോ മോഡലിലെ 300ഉം C50 ഇന്ത്യയിൽ വരാൻ ഒരു സാധ്യതയില്ല. 3 ലക്ഷം രൂപയ്ക്ക് C50 650 CCD മോഡൽ ലഭിക്കും. 350 എന്തായാലും 2 ലക്ഷം രൂപയ്ക്ക് ലഭിക്കുന്നതാണ്. അടുത്ത മോഡൽ പരിശോധിച്ച് നോക്കാൻ പോയി കഴിഞ്ഞാൽ ലിയാൻജിനോ 500 C എന്ന് പറഞ്ഞ ക്രൂയിസർ മോഡലും. ഈ മോഡലുകളിലെല്ലാം ഒരു റിപ്ലിക്ക മോഡലാണ്. ചെക്ക് റിപ്പബ്ലിക്കൻ ജാവയുടെ ഗ്രീനി 400. ഇത് ഒരു ട്വിൻ സിലിണ്ടർ മോട്ടോർ സൈക്കിൾ ആണ്. ബെനലിയുടെ ജാര സന്തതി ഇത് ഉണ്ടായതാണോ എന്ന് വരെ എനിക്ക് സംശയമുണ്ട്. ചെക്ക് റിപ്പബ്ലിക് ജാവയുടെ ആൾക്കാരെ കാണുമായിരുന്നു ചോദിക്കാൻ. ഇനി ചൈനക്കാർ നിർമ്മിച്ചു കൊടുത്തതാണോ അതും ചിലപ്പോൾ സംഭവിക്കാം. ഈ മോഡലിനെ പറ്റി കൂടുതൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു താല്പര്യം തോന്നിയ ഒരു മോഡൽ അല്ലാത്തതുകൊണ്ട് തന്നെ പറ്റി ഞാൻ കൂടുതൽ ടെക്നിക്കൽ സ്പെക്കിലോട്ട് പോകുന്നില്ല. വീഡിയോന്റെ ലെങ്ത്തും കൂടും. പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഇത് 4 സ്ട്രോക്ക് ആയിട്ടുള്ള വാട്ടർ കൂൾഡ് ആയിട്ടുള്ള ട്വിൻ സിലിണ്ടർ ആയിട്ടുള്ള 401 CCയുടെ എഞ്ചിനാണ്. ഇതൊരു കിടിലം വണ്ടി തന്നെയാണ്. ഡിസൈൻ വെച്ചല്ല, ഇത് ട്വിൻ സിലിണ്ടർ മോട്ടോർ സൈക്കിൾ ആയതുകൊണ്ടാണ് പറഞ്ഞത്. ഡിസൈനിൽ ഞാൻ ഒട്ടും തൃപ്തനല്ല. ചോദിച്ചു കഴിഞ്ഞാൽ 31.5 bhp 9500 RPM. പോർക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ 34 Nm 10,000 RPM. ഗിയർ ബോക്സ് തന്നെ 6 സ്പീഡ് ഗിയർ ബോക്സ് സെറ്റപ്പ് ആണ്. പിന്നെ 16 ലിറ്ററിന്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി നൽകിയിരിക്കുന്നു. സീറ്റ് ഹൈറ്റ് 770 mm ആണ്. ചൈനീസ് ജാര സന്തതിയിൽപ്പെടുന്ന ഇവനെ ഞങ്ങൾക്ക് ആവശ്യമില്ല. ഇന്ത്യയിൽ വന്നാൽ ഈ മോഡൽ സക്സസ്ഫുൾ ആവാൻ സാധ്യതയില്ല. ഹോണ്ട വല്ലതും കൊണ്ടുവരികയാണെങ്കിൽ മാത്രമാണ് ഇരു കൈ നീട്ടി സ്വീകരിക്കുകയുള്ളൂ. പിന്നെ ട്വിൻ സിലിണ്ടർ ബേസിൽ സ്വീകരിച്ചെങ്കിലേ ഉള്ളൂ. ചൈനീസ് സ്റ്റൈലിംഗ് ഡിസൈനോട് ഇന്ത്യക്കാർക്ക് വലിയ പ്രിയമൊന്നുമില്ല. ഇന്ത്യൻ ജാവയുടെ 650 CCയുടെ ഒരു ബോബർ വന്നതായിട്ട് ന്യൂസ് കേൾക്കുന്നുണ്ട്. ഇന്ത്യൻ ജാവയല്ല ഇത് കൊണ്ടുവരാൻ പോകുന്നത്. ഡിസൈൻ 42 ബോബറിനെ തന്നെ ആയിരിക്കും. ബ്രിസ്റ്റൽ ബോബറിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ഈ മോഡൽ വരാൻ പോകുന്നത്. ബ്രിസ്റ്റൽ എന്ന് പറഞ്ഞ ഫിലിപ്പൻ കമ്പനി ആയിട്ടുള്ള ജാവയുടെ കരാറിന്റെ ബേസിസിൽ വരുന്ന മോഡലാണിത്. അങ്ങനെയാണ് അവരുടെ എഡി ബൈക്കായ RVM 500 വന്നിരിക്കുന്നത്. ഇന്ത്യൻ ജാവ ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് സ്റ്റാർ C50 അടിസ്ഥാനമായിട്ടായിരിക്കും ചെയ്യുക. ഈ പറഞ്ഞ മോഡലുകൾ ഒന്നും ഇന്ത്യയിൽ വരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തും. ഇന്ത്യയിൽ വരണമെന്ന് ആഗ്രഹമുള്ള കുറച്ച് മോഡലുകളാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തിയത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. നിങ്ങൾ ചെയ്യേണ്ട മാത്രം ഇത്രമാത്രം.